ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ നിയമ ഭേദഗതിക്ക് ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. ബില്ലിന് അംഗീകാരം നൽകാൻ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേരുന്നുണ്ട്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട 3 സുപ്രധാന ബില്ലുകളാണ് ഇന്ന് മന്ത്രിസഭാ യോഗം രാവിലെ പരിഗണിക്കുന്നത്. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിക്കാനാണ് നീക്കം. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷബീദ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇന്ന് ഓൺലൈനായി ഈ 3 ബില്ലുകളും ഓൺലൈനായിട്ടാണോ അവതരിപ്പിക്കുക? എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. വന്യജീവി നിയമ ഭേദഗതി അടക്കം ആ 3 കരട് ബില്ലുകൾക്ക് അംഗീകാരം നൽകാനാണ് ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നത്. രാവിലെ 9:30 മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായിട്ടാണ് യോഗം ചേരുക. തിങ്കളാഴ്ചയാണ് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കുന്നത്. അതിൽ അവതരിപ്പിക്കാനാണ് ഈ ബില്ലുകൾ. അതിൽ ഏറ്റവും പ്രധാനം കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ചീഫ് സെക്രട്ടറി ചില വ്യക്തത തേടി മാറ്റിവെച്ച ബില്ലുകളാണിത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം 3 ബില്ലുകൾ. ഭീഷണിയാകുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തി വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബില്ലുകളിൽ ഒന്ന്. സ്വകാര്യ ഭൂമിയിൽ നട്ടുവളർത്തിയ ചന്ദനമരം വനം വകുപ്പ് മുഖേന ഉടമയ്ക്ക് മുറിക്കുന്നതിനായി കേരള വന നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് രണ്ടാമത്തെ ബില്ല്. വനം ഇക്കോ ടൂറിസം വികസന ബോർഡാണ് മറ്റൊന്ന്. അങ്ങനെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട 3 ബില്ലുകൾ. അതിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ബില്ല് അത് നേരിട്ട് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. രണ്ടാമത്തേത് ഈ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് മേൽക്കൈ ലഭിക്കും വിധം നിയമനിർമ്മാണം നടത്തുന്നതും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതിക്കായി വരുമോ എന്നുള്ളതും വളരെ നിർണായകമാണ്. ഏതായാലും തിങ്കളാഴ്ച ഈ ബില്ലുകൾ തിങ്കളാഴ്ച തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ലുകൾ എത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.